എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ട്, അതായത് ടു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഉത്തരങ്ങൾ. അപ്പോൾ നമുക്കറിയാം, നാം കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സിന്റെ വില എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതായത് നമുക്ക് തന്നിട്ടുള്ള ആദ്യം എന്താ ചെയ്യാറ്, നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കും അല്ലേ. ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് അവസാനം ഏത് രൂപത്തിലേക്ക് നാം എത്തും? അപ്പൊ ഒന്നുകിൽ നമ്മൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അല്ലെ ഈ രൂപത്തിലേക്ക് എത്തിക്കും, അതല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ഈ രൂപത്തിലേക്ക് നമ്മൾ എത്തിക്കും അല്ലെ. അതിൽ നിന്ന് നമ്മൾ എക്സിന്റെ വില കണ്ടുപിടിക്കും. ഉദാഹരണത്തിന് നമുക്ക് ഒരു ചതുരത്തിന്റെ, ഒരു റെക്ടാങ്കിളിന്റെ സൈഡുകളാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി അതിനുശേഷം നമുക്കിപ്പോ അവസാനം നമുക്ക് ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കാം. ഇപ്പോ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 24 ഇങ്ങനെ കിട്ടി നമുക്ക് അവസാനം. അങ്ങനെയാണെങ്കിൽ നാം എന്ത് ചെയ്യും? നാം ഇതിൽ നിന്ന് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ 25 ആണെങ്കിൽ എക്സ് പ്ലസ് 1ന്റെ നമ്മൾ വില നമുക്കറിയാം അല്ലെ. എന്തായിരിക്കും? ഇതിന്റെ റൂട്ട് കാണാം. അപ്പൊ നമ്മൾ റൂട്ട് 25 എന്ന് എഴുതി ഈക്വൽ ടു റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. അപ്പൊ എക്സ് പ്ലസ് 1 5 ആണെങ്കിൽ എക്സ് നമുക്ക് എത്ര കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 5, ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ -1 ഈസ് ഈക്വൽ ടു 4 അല്ലെ. അപ്പൊ ഇങ്ങനെ നമ്മൾ എക്സിന്റെ, അതായത് ഒരു വശത്തിന്റെ വില നമ്മൾ കണ്ടുപിടിച്ചു, നീളം കണ്ടുപിടിച്ചു, അതിനുശേഷം മറ്റേ വശത്തിന്റെ നീളവും നമ്മൾ കണ്ടുപിടിക്കും അല്ലെ. ഇങ്ങനെയാണ് നാം ചെയ്യാറ്. പക്ഷെ ഇവിടെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ നമ്മൾ 25 എഴുതി അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1 നമുക്കറിയാം റൂട്ട് 25, നമ്മൾ 5 എഴുതി അല്ലെ. അതായത് 5നെ 5 × 5 ആണ് 25. അതേസമയം നമുക്ക് ഇവിടെ വേറൊരു ഉത്തരം കൂടി വരുന്നത് എന്താണ്? റൂട്ട് 25 എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയേ, 5 × 5 നമുക്കറിയാം 25. ഓക്കെ, ഇനി -5 × -5 നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ് അല്ലേ. 5 × 5 25. അപ്പൊ ഇപ്പോഴും നമുക്ക് എന്ത് കിട്ടും? -5 -5 തമ്മിൽ കൂടിച്ചാലും നമുക്ക് 25 കിട്ടും. അതായത് എക്സ് പ്ലസ് 1 രണ്ട് വാല്യൂ വരുന്നുണ്ട്. നമ്മൾ 5 ആണ് എടുക്കാറ്, 5ഉം വരുന്നുണ്ട്, ഓർ എന്ത് വരും? -5 വരും അല്ലെ. അപ്പൊ ഇവിടെ റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5ഉം വരും, -5ഉം വരും. ഇവിടെ നമുക്ക് 5 ആണെങ്കിൽ എക്സ് പ്ലസ് 1 5 ആണെങ്കിൽ എക്സിന്റെ വില എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 5 - 1 ഈസ് ഈക്വൽ ടു 4 വരും. അതായത് ഇവിടെ ഇഫ് എക്സ് പ്ലസ് 1 നമ്മൾ 5 കൊടുക്കുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര വരും? എക്സ് എന്ന് പറഞ്ഞാൽ 5, ഈ 1 അങ്ങോട്ടും -1 4 വരും. ഇനി നമുക്ക് എക്സിന്റെ വില ഇഫ് എക്സ് പ്ലസ് 1 നമ്മൾ -5 കൊടുത്താലോ ഈക്വൽ ടു -5. -5 കൊടുക്കുകയാണെങ്കിലോ എക്സ് പ്ലസ് 1 അല്ലെ -5 വാല്യൂ വരാം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? -5, ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ -1 അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? -6 കിട്ടും. മനസ്സിലാവില്ലേ? അപ്പൊ ഇവിടെ എക്സ് പ്ലസ് 1 5 വരാം, അല്ലെങ്കിൽ -5 വരാം. അപ്പൊ എക്സ് പ്ലസ് 1 5 വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വില 4 കിട്ടും. എക്സ് പ്ലസ് 1 നമ്മൾ -5 എടുക്കുകയാണെങ്കിൽ എക്സിന്റെ വില നോക്കിയാൽ -5 -1 നമുക്ക് -6 കിട്ടും അല്ലെ. അപ്പൊ നമുക്കിവിടെ രണ്ട് വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം വരും, അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇത്ര ചോദ്യങ്ങൾ ചെയ്തതിൽ നമ്മൾ നെഗറ്റീവ് വാല്യൂ എടുത്തില്ല? അപ്പൊ എന്തുകൊണ്ടാണ് നാം നെഗറ്റീവ് വാല്യൂ എടുക്കാനിത്? അപ്പൊ അതിന് രണ്ട് ഉത്തരമുണ്ട്. ഒന്നാമത് നോക്കിയേ, ഇവിടെ നമുക്ക് ഈ നെഗറ്റീവ് വാല്യൂ എടുത്തപ്പോൾ എക്സിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? -6 കിട്ടി അല്ലെ. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞു, ഇതൊരു ചതുരത്തിന്റെ നീളം വീതിയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചതുരത്തിന്റെ നീളം അല്ലെങ്കിൽ വീതി നമ്മൾ നെഗറ്റീവിൽ പറയില്ല അല്ലെ. -6 ആണ് അതിന്റെ നീളം എന്ന് പറയുമോ? പറയില്ല. അല്ലെങ്കിൽ -6 ആണ് ഇതിന്റെ വീതി എന്ന് പറയോ? പറയില്ല. അതുകൊണ്ടാണ് നാം ഇവിടെ നെഗറ്റീവ് എടുക്കാനത്. ഇനി അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ചതുരം, ഒരു റെക്റ്റാങ്കിൾ. ഓക്കെ, ഈ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 100 മീറ്റർ. പെരിമീറ്റർ അത് 100 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇനി ഇതിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ 525 സ്ക്വയർ മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡുകളുടെ നീളം എത്ര അല്ലെ? ഇതിന്റെ സൈഡുകൾ കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. അപ്പൊ പെരിമീറ്റർ ചുറ്റളവ് തന്നിട്ടുണ്ട് നമുക്ക്, അതുപോലെ തന്നെ ഏരിയ അതായത് പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട്. പെരിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു അല്ലെ, 2 ഇൻറ്റു നീളം പ്ലസ് വീതി. അപ്പൊ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലെ.
ഇതാണ് പെരിമീറ്റർ. ഇതെത്രയാണ് തന്നിട്ടുണ്ട്? നമുക്ക് 100 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? 100ന്റെ പകുതി ആയിരിക്കും അല്ലെ? അതായത് L ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടണ എന്തൊരിക്കലായിരിക്കും? 100 ഈ 2 അങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ ബൈ 2 അല്ലെ? അതായത് 50. അപ്പൊ 2 നീളവും 2 വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 100. അപ്പൊ ഒരു നീളവും ഒരു വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 50. അപ്പൊ ഇവിടെ നമുക്ക് ലെങ്ത്തിന് നമുക്ക് എക്സ് ആണെന്ന് കൊടുക്കുകയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും? അതിന്റെ വീതി എന്തായിരിക്കും? നീളവും വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 50. അതിൽ നീളം എക്സ് ആണെങ്കിൽ വീതി എന്തായിരിക്കും? 50ൽ നിന്ന് എക്സ് കുറച്ചാൽ മതി അല്ലേ? അപ്പൊ 50 മൈനസ് എക്സ്, അതാണ് അതിന്റെ വീതി. അപ്പൊ നമുക്കിവിടെ നീളം കിട്ടി, വീതി കിട്ടി. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതിയാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? നീളം എക്സ് ഇൻറ്റു വീതി 50 മൈനസ് എക്സ് സീക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട്? 525. അപ്പൊ നമുക്കിവിടെ ഓരോന്നിനെയും ഗുണിക്കുമ്പോൾ 50x മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ സീക്വൽ ടു 525. നമുക്ക് സ്ക്വയർ ഉള്ളതിനല്ലേ ആദ്യം എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മൈനസ് എക്സ് സ്ക്വയർ 50x സീക്വൽ ടു 525. ഇവിടെ നോക്കിയാൽ എക്സ് സ്ക്വയർ അല്ലേ, അതിന് മൈനസ് ചിഹ്നം വന്നു. നമുക്കറിയാം സ്ക്വയറിന് മൈനസ് ചിഹ്നം വരില്ല അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് മൈനസ് കളയണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ഒരെണ്ണത്തിന്റെ ചിഹ്നം നമ്മൾ മാറ്റുകയാണെങ്കിൽ ഇതിലെ ഓരോ എല്ലാത്തിന്റെയും ചിഹ്നം നമ്മൾ മാറ്റണം. അപ്പൊ നമുക്ക് എന്ത് വരും? ഇതിന്റെ ചിഹ്നം നമ്മൾ മാറ്റി മൈനസ് മാറ്റി പ്ലസ് ആക്കാണ്. അപ്പൊ എക്സ് സ്ക്വയറിനാക്കി. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസിന് എന്ത് ചെയ്യണം? മൈനസ് ആക്കണം. മനസ്സിലായില്ലേ? ചിഹ്നം മാറ്റണം. അപ്പൊ ഇതിന്റെ ചിഹ്നം പ്ലസ് ആണല്ലോ, അപ്പൊ അത് മൈനസ് ആക്കി. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ? ഇനി നാം എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ആഡ് ചെയ്യണം അല്ലെ? ഏതിനെ ആഡ് ചെയ്യേണ്ടി വരും? ഇവിടെ സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ പകുതി 50ന്റെ പകുതി 25. 25ന്റെ സ്ക്വയർ എത്രയാണ്? 625 അല്ലെ? അപ്പൊ നമുക്ക് ഇതിന് എക്സ് സ്ക്വയർ മൈനസ് 50x പ്ലസ് 625 ആഡ് ചെയ്യുന്നു. കാരണം മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇതിന്റെ കൂടെയും 625 ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ 525 പ്ലസ് 625 ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് വരും? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലെ? അപ്പൊ ഇതിന്റെ റൂട്ട് എക്സ്, ചിഹ്നം മൈനസ്, ഇതിന്റെ റൂട്ട് നമുക്കറിയാം 25. അപ്പൊ എക്സ് മൈനസ് 25 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 525 പ്ലസ് 625 അല്ലെ? അപ്പൊ ഇവിടെ തമ്മിൽ വ്യത്യാസം എത്ര ഉണ്ട്? 100. ചിഹ്നം പ്ലസ് ആണ് അല്ലെ? വലുതിന്റെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് നമുക്ക് എക്സ് മൈനസ് 25 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 25 എത്ര കിട്ടും? നമുക്ക് റൂട്ട് 100 എഴുതാം അല്ലെ? റൂട്ട് 100 എഴുതാം. റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എന്താണ്? നാം ഇവിടെ പറഞ്ഞ പോലെ ഒന്നുകിൽ 10 × 10 100, അതല്ലെങ്കിൽ -10 × -10 100 തന്നെ കിട്ടും അല്ലെ? അപ്പൊ നമുക്കിവിടെ രണ്ട് ഉത്തരം വരും. 10 വരും ഓർ എന്ത് വരും? -10 വരും. ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രണ്ട് ഉത്തരങ്ങൾ കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം എക്സ് മൈനസ് 25 10 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. അത് കഴിഞ്ഞാൽ -10 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. അപ്പൊ നമുക്ക് എഴുതാം ഇഫ് എക്സ് മൈനസ് 25. അപ്പൊ എക്സ് മൈനസ് 25 ഇസ് ഈക്വൽ ടു 10 ആണെന്ന് വിചാരിക്കാം. 10 അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? എക്സിന്റെ വാല്യൂ എത്ര വരും? എക്സ് ഈസ് ഈക്വൽ ടു 10 ഇവിടെ ഉണ്ട്. ഈ മൈനസ് 25 അങ്ങോട്ട് പോകുമ്പോൾ എന്തോ പ്ലസ് 25 അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? 35 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ 35 എന്ന് കിട്ടി. ഇനി എക്സ് മൈനസ് 25 നമുക്ക് -10 ആണെങ്കിലോ? അപ്പൊ എഴുതാം ഇഫ് എക്സ് മൈനസ് 25 നമ്മൾ നെഗറ്റീവ് വാല്യൂ കൊടുത്തു നോക്കണം. -10 ആണെങ്കിൽ എന്ത് സംഭവിക്കും? എക്സിന്റെ വാല്യൂ എന്ത് വരും? ഇവിടെ -10 അല്ലേ? ഇതിന്റെ വാല്യൂ -10. അപ്പൊ -10 എഴുതി. ഇനി നോക്കിയാൽ -25 അല്ലെ? എന്താ ഇപ്പുറത്ത് പോകുമ്പോൾ എന്തോ +25 ആയി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? -10 + 25 എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ വലുതിന്റെ ചിഹ്നം എന്ന് പറഞ്ഞപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറക്കുമ്പോൾ 15, വലുതിന്റെ ചിഹ്നം 15 അല്ലേ? അപ്പൊ നമുക്കിവിടെ 15 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ എക്സിന് നമുക്ക് 35 എന്നുള്ളൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. എക്സിന് നമുക്ക് 15 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ എക്സ് 35 ആണെങ്കിൽ അപ്പൊ ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 35, എക്സിന് നമ്മൾ 35 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് എത്ര വരും? ബ്രെഡ്ത്ത് നമുക്ക് ബി എന്ന് കൊടുക്കാം. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 50 മൈനസ് എക്സിന് അല്ലെ? 50 മൈനസ് എക്സിന്, അതായത് 50 മൈനസ് എക്സ് എത്രയാണ്? 35 സീക്വൽ ടു 15 നമുക്ക് കിട്ടി. എക്സിന് എന്ത് കൊടുക്കുമ്പോൾ? 35 കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് എക്സിന് 15 കൊടുത്തു നോക്കിയാൽ ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 15
നമുക്ക് 15 വാല്യൂ കൊടുത്ത് എന്ത് വരും? ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 50 മൈനസ് എക്സ് അല്ലേ? അപ്പൊ 50 മൈനസ് എക്സ് എത്രയാണ്? 15. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 35. അപ്പൊ ഇവിടെ നമ്മൾ പോസിറ്റീവ് വാല്യൂ എടുത്തപ്പോൾ നീളം 35ഉം വീതി 15ഉം കിട്ടി അല്ലെ? നീളം 35ഉം വീതി 15ഉം കിട്ടി. നമ്മൾ നെഗറ്റീവ് വാല്യൂ എടുത്തപ്പോൾ നീളം 15ഉം വീതി 35ഉം കിട്ടി അല്ലെ? അതായത് ഇവിടെ നമ്മൾ ആദ്യം എടുത്തപ്പോൾ ഇത് 35ഉം ഇത് നമുക്ക് 15 കിട്ടി. നമ്മൾ നെഗറ്റീവ് വാല്യൂ എടുത്തപ്പോൾ ഇത് 15ഉം ഇത് 35 കിട്ടി അല്ലെ? അതായത് വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നുള്ളൂ. അതായത് ചതുരത്തിന് ഒരു വ്യത്യാസം വരുന്നില്ല അല്ലെ? അപ്പൊ നീളത്തിന് പകരം വീതിന്നായി, വീതിക്ക് പകരം നീളന്നായി. അതായത് ചതുരത്തിന് ഒരു മാറ്റവും വരുന്നില്ല. അല്ലാതെ ഈ ചതുരത്തിന്റെ ആകൃതി മാറുന്നുണ്ടോ? ഒന്നും മാറുന്നില്ല. നമ്മൾ നീളവും വീതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിന്നുള്ളൂ അല്ലെ? അപ്പൊ നെഗറ്റീവ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നീളം വീതി മാറുന്നല്ലാതെ വേറൊരു വ്യത്യാസം ചതുരത്തിനില്ല അല്ലെ? ഇവിടെയാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ഒരു നീളത്തിന് അല്ലെങ്കിൽ വീതിക്ക് നെഗറ്റീവ് വാല്യൂ വരില്ല അല്ലെ? അപ്പൊ ഇക്കാരണങ്ങൾ കൊണ്ടാണ് നാം എന്തെടുക്കാഞ്ഞത്? നെഗറ്റീവ് വാല്യൂ എടുക്കാത്തത്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമുക്ക് ഇതുപോലെ ഒന്നിൽ കൂടുതൽ ഉത്തരം കിട്ടും അല്ലെ? നെഗറ്റീവും പോസിറ്റീവും ഉത്തരം കിട്ടും. അപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ എന്തെടുക്കും? രണ്ടും എടുക്കേണ്ടതായിട്ട് വരും. നെഗറ്റീവ് വാല്യൂ പോസിറ്റീവ് വാല്യൂ എടുക്കും. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് നമ്മൾ രണ്ടും എടുക്കും. അതല്ലെങ്കിൽ നമ്മൾ ഇത് ഒഴിവാക്കി കളയും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 96 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതൊന്ന് ചെയ്തു നോക്കാം. ദി പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 2 ആഡഡ് ടു ഇറ്റ് ഈസ് 168 അല്ലെ? അപ്പൊ ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കണം. അതായത് ഒരു സംഖ്യയും അതിന്റെ കൂടെ 2 കൂട്ടിയതും തമ്മിൽ ഗുണിച്ചപ്പോൾ, അപ്പൊ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സംഖ്യകൾ ഏതൊക്കെയാണ്? ഒരു സംഖ്യയും ആ സംഖ്യയോട് കൂടി 2 കൂട്ടിയ സംഖ്യ അല്ലെ? അപ്പൊ അത് തമ്മിൽ ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 168 കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി നമ്പേഴ്സ്? സംഖ്യകൾ ഏതൊക്കെയാണ്? മനസ്സിലായില്ല? അപ്പൊ ചോദ്യം നല്ലവണ്ണം വായിച്ചു വയ്ക്കാല, അത് മനസ്സിലാവുള്ളൂ. ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ, 2ഓ 3ഓ പ്രാവശ്യം ഒക്കെ വായിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്പേഴ്സ് എഴുതാം അല്ലെ? അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെ ആവും? നമ്പേഴ്സ് ഒരു സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കുക. പിന്നെന്താണ്? അതിന്റെ കൂടെ 2 കൂട്ടിയതും തമ്മിൽ ഗുണിച്ചു അല്ലെ? അപ്പൊ ഇതിന്റെ കൂടെ 2 കൂട്ടാന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 2, 3 കൂട്ടാന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 3 അല്ലെ? അപ്പൊ ഒരു സംഖ്യ എക്സ്, മറ്റേ സംഖ്യ എക്സ് പ്ലസ് 2. ഇനി എന്താണ് പറഞ്ഞത്? ഇവ തമ്മിൽ ഗുണിച്ചപ്പോൾ അല്ലെ? അപ്പൊ എക്സും എക്സ് പ്ലസ് 2ഉം തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 168 കിട്ടി. 168 കിട്ടി. കണ്ട? ഇതേ രൂപത്തിൽ എഴുതാം. ഇത് നമുക്ക് ചെയ്യാൻ അറിയാം അല്ലെ? എന്ത് ചെയ്യണം? എക്സ് കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കുക അല്ലെ? അപ്പൊ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2, 2x ഈക്വൽ ടു 168. ഓക്കെ, ഇനി എന്ത് ചെയ്യും? നമ്മൾ അടുത്ത സ്റ്റെപ്പ്, ഇവിടെ സ്ക്വയർ ആണല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം. ഏത് സംഖ്യയാണ് ആഡ് ചെയ്യേണ്ടത്? ഇതിന്റെ പകുതിയുടെ സ്ക്വയർ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് ഇതിന്റെ പകുതി 1, 1ന്റെ സ്ക്വയർ 1 തന്നെ അല്ലെ? 1 ഈക്വൽ ടു 168ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? അതിന്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്തു അല്ലെ? അപ്പൊ ഇത് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 168 169 കിട്ടി. ഓക്കെ, ഇനി നാം എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ അല്ലെ? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് വൈ സ്ക്വയർ അല്ലെ? അപ്പൊ ഇതിന്റെ റൂട്ട് പിന്നെ ഇതിന്റെ റൂട്ട് അല്ലെ? അപ്പൊ ഇതിന്റെ റൂട്ട് എത്രയാണ്? എക്സ്, ചിഹ്നം പ്ലസ്, ഇതിന്റെ റൂട്ട് 1. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 169. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1 എത്ര വരും? ഇതിന്റെ റൂട്ട് കാണാം അല്ലെ? അപ്പൊ റൂട്ട് 169 എത്ര കിട്ടും? 169 എന്ന് പറഞ്ഞാല് 13. ഓക്കെ, അപ്പൊ ഇതുവരെ നമുക്ക് ചെയ്യാനറിയാം അല്ലെ? ഇനി നാം എന്താണ് നേരത്തെ പറഞ്ഞു നിർത്തിയത്? ഇവിടെ 2 ഉത്തരങ്ങൾ വരും അല്ലെ? അതായത് 13 × 13 169 ആണ്. നെഗറ്റീവ് 13 × നെഗറ്റീവ് 13 169 ആണ് അല്ലെ? അപ്പൊ നമുക്കിവിടെ 13 ഉത്തരം എഴുതാം, ഓർ നെഗറ്റീവ് 13 ഉത്തരം എഴുതാം. അപ്പൊ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 13 ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് 13 ആവാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇനി എക്സ് പ്ലസ് 1 13 ആയാൽ എന്തായിരിക്കും എക്സിന്റെ വാല്യൂ? എക്സ് പ്ലസ് 1 നെഗറ്റീവ് 13 ആയാൽ എന്തായിരിക്കും വാല്യൂ? അങ്ങനെ 2 സ്റ്റെപ്പിൽ കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ? അപ്പൊ നമുക്ക് അത് നോക്കാം. ഇഫ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 13. ഇപ്പൊ എക്സ് പ്ലസ് 1 13 ആണെങ്കിൽ എന്ത് സംഭവിക്കും? എക്സിന്റെ വില എത്ര വരും? എക്സ് ഈസ് ഈക്വൽ ടു 13, ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ -13 അല്ലെ?
എക്സ് ഈസ് ഈക്വൽ ടു 13 മൈനസ് 1 ഈസ് ഈക്വൽ ടു 12 കിട്ടി. ഇനി എക്സ് പ്ലസ് 1 നെഗറ്റീവ് 13 ആയാലോ അതും നോക്കാം നമുക്ക്. ഇഫ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു നെഗറ്റീവ് 13 ആയാൽ എന്ത് സംഭവിക്കും? എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു ഈ നെഗറ്റീവ് 13 അവിടെ ഇട്ടു. ഇനി എന്ത് വേണം? ഈ പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 1 കിട്ടി അല്ലെ. അപ്പൊ എന്ത് വരും? രണ്ടും മൈനസ് ആണ്. അപ്പൊ തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം തന്നെ ഇടും അല്ലെ. അപ്പൊ 13 1 14 ചിഹ്നം നെഗറ്റീവ്. അപ്പൊ രണ്ട് വാല്യൂ നമുക്ക് എക്സിന് കിട്ടിയിട്ടുണ്ട് അല്ലെ. അതായത് ആദ്യത്തെ നമ്പർ ഒന്നുകിൽ 12 ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് 14 ആവാം. എക്സിന് 12 ആയി കഴിഞ്ഞാൽ ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 12 എക്സ് 12 ആവുകയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ നമ്പർ എത്രയായിരിക്കും? അടുത്ത സംഖ്യ ഏതായിരിക്കും? എക്സ് പ്ലസ് 2 ആണ് അല്ലെ. അതായത് എക്സിന് 12 കൊടുത്താൽ അതർ നമ്പർ മറ്റേ സംഖ്യ ഏതായിരിക്കും? എക്സ് പ്ലസ് 2 ആണ്. എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എക്സ് 12 ആണ് അല്ലെ. 12 പ്ലസ് 2 ഈക്വൽ ടു 14 കിട്ടി. അപ്പൊ എക്സിന് 12 കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 14 കിട്ടി അല്ലെ. മറ്റേ നമ്പർ 14 കിട്ടി. ഇനി നമുക്ക് ഇഫ് എക്സിന് അടുത്ത വാല്യൂ നമുക്ക് ഏതാ കിട്ടിയത്? ഒന്ന് 12 കിട്ടി, പിന്നെ നമുക്ക് നെഗറ്റീവ് 14 കിട്ടി അല്ലെ. അപ്പൊ എക്സിന് നമ്മൾ നെഗറ്റീവ് 14 കൊടുക്കുകയാണെങ്കിലോ മറ്റേ സംഖ്യ ഏതായിരിക്കും? അതർ നമ്പർ എക്സ് പ്ലസ് 2 തന്നെ അല്ലെ. അതർ നമ്പർ കാണാൻ നമ്മൾ എക്സ് പ്ലസ് 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇവിടെ നെഗറ്റീവ് 14 ആണ്. അപ്പൊ നെഗറ്റീവ് 14 പ്ലസ് 2. അപ്പൊ എത്ര കിട്ടി? നെഗറ്റീവ് 14 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യത്യസ്തമാണ് അല്ലെ. അപ്പൊ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. അപ്പൊ 14 നിന്ന് 2 കുറച്ചാൽ 12 കിട്ടി. വലുതിന്റെ ചിഹ്നം നെഗറ്റീവ്. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാകാം? നമ്പേഴ്സ് ഏതൊക്കെയാകും? 12ഉം 14ഉം ആകും അല്ലെ. ഒന്നുകിൽ 12 ഇട്ടുകഴിഞ്ഞാൽ 14 ആവും. അതല്ലെങ്കിൽ എന്താവാം? നെഗറ്റീവ് 14ഉം നെഗറ്റീവ് 12ഉം ഇതുമാവാം. അപ്പൊ ഒന്ന് നോക്കിയാൽ 12 14 തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 168 കിട്ടും അല്ലെ. നെഗറ്റീവ് 14 നെഗറ്റീവ് 12 ഗുണിച്ചാൽ നമുക്ക് 168 കിട്ടും. കണ്ടില്ലേ? അപ്പൊ ഇവിടം വരെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അതിനുശേഷം നോക്കിയാൽ ഇവിടെ നമുക്ക് രണ്ട് വാല്യൂ കിട്ടും അല്ലെ. പോസിറ്റീവ് നെഗറ്റീവ് എടുത്തു. അപ്പൊ എക്സ് പ്ലസ് 1 പോസിറ്റീവ് 13 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 1 പോസിറ്റീവ് 13 എടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്താവും? 13 മൈനസ് 1 12 കിട്ടും അല്ലെ. ഇനി എക്സിന് നമ്മൾ നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 13 നെഗറ്റീവ് 1 നെഗറ്റീവ് 14 കിട്ടും. അപ്പൊ എക്സിന് നമുക്കിവിടെ രണ്ട് വാല്യൂ കിട്ടും അല്ലെ. അപ്പൊ ഇതിന് രണ്ട് വാല്യൂ കിട്ടുമ്പോഴും ഈ സംഖ്യ ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ചെയ്തത്. ഇഫ് എക്സ് 12 എക്സിന് നമ്മൾ 12 കൊടുക്കുകയാണെങ്കിൽ അടുത്ത സംഖ്യ എക്സ് പ്ലസ് 2 അതായത് 12 പ്ലസ് 2 14. ഇനി എക്സിന് നമ്മൾ എന്ത് കൊടുത്തു? നെഗറ്റീവ് 14 ആണെങ്കിൽ അടുത്ത സംഖ്യ എന്തായിരിക്കും? എക്സ് പ്ലസ് 2 അല്ലെ. അപ്പൊ നെഗറ്റീവ് 14 കൂടെ 2 കൂട്ടാം. അപ്പൊ നെഗറ്റീവ് 12. അപ്പൊ നമുക്ക് ഏതൊക്കെ കിട്ടി? ഒന്നുകിൽ 12ഉം 14ഉം ആയിരിക്കും, അതല്ലെങ്കിൽ നെഗറ്റീവ് 14ഉം നെഗറ്റീവ് 12ഉം ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് നമുക്കതിൽ 2 ചോദ്യങ്ങൾ കൂടി ഉണ്ട് അല്ലേ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.